മാർവലിലെ പവർഫുൾ വില്ലനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പക്ഷെ ഒരു എൻഡിങ് കൊടുക്കാൻ പറ്റാതെ പോയൊരു വില്ലനാണ് ഈ പറയുന്ന ക്യാങ് എന്ന് പറയുന്നത്. ആക്ച്വലി മാർവലിൻ്റെ ഒറിജിനൽ പ്ലാൻ എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. പറയുന്നത് പോലെ അവഞ്ചേഴ്സ് ക്യാങ് ഡൈനാസ്റ്റി എന്ന് പറഞ്ഞൊരു സിനിമയൊക്കെ ആയിരുന്നു അവരുടെ പ്ലാൻ. പക്ഷെ ഒരൊറ്റ ഒരാളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് ഈ സിനിമകളും എല്ലാം ഇങ്ങനെ മാറി ഇപ്പോൾ ഡൂംസ്ഡേ വന്നതും സീക്രട്ട് വാർ വന്നതും ഒക്കെ. നിങ്ങൾക്കറിയാം ഈ ഡൂംസ്ഡേ ഒക്കെ മാർവലിൻ്റെ കണ്ടിജൻസി പ്ലാൻ ആയിരുന്നു. ഒറിജിനൽ പ്ലാൻ ക്യാങ് ഡൈനാസ്റ്റി ആർമർ വാറൊക്കെ ആയിരുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ ജൊനാഥൻ മേജേഴ്സിന് ഒരു പറയുന്ന അലിഗേഷൻ വന്നു. അത് കഴിഞ്ഞിട്ട് ഫയർ ചെയ്യുന്ന പരിപാടികളൊക്കെ ആയി. മാർവൽ അവരുടെ റെപ്യൂട്ടേഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സിനിമയെ കൊണ്ടൊക്കെ വരുന്നത്. അപ്പം ഇനി വരാൻ പോകുന്ന ഈ പറയുന്ന ഡൂംസ്ഡേയിൽ ക്യാങ്ങിന് എന്താണ് ആക്ച്വലി പറ്റിയത് എന്നുള്ളത് ഇവർ ക്ലിയർ ചെയ്യും എന്നാണ് പറയുന്നത്. അതിനി എങ്ങനെ ഇവർ അത് സ്ട്രക്ചർ ചെയ്ത് ക്ലിയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും വലിയൊരു വില്ലൻ, അത്രയും പവർഫുള്ളായിട്ടൊരു വില്ലനെ കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന ക്വാണ്ടംബേനിയയിൽ ആ ഒരു വില്ലൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ കൊടുക്കുന്നു. പിന്നെ ലോക്കിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്യാരക്ടറിനെ ഇവർ വെറും ഈ പറയുന്ന 1-2 വേർഡ്സിലോ അല്ലെങ്കിൽ 1-2 സീൻസിലോ ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. എന്താണ് മാർവൽ ഈ ഒരു ക്യാരക്ടറിനെ ഈ പറയുന്ന ഡൂംസ്ഡേയിൽ പ്രോപ്പറായിട്ട് പറ്റിയെന്ന് എന്നൊക്കെ പറയുമ്പം നോ ഐഡിയ. എന്തായാലും ജൊനാഥൻ മേജേഴ്സിനെ തിരിച്ചു കൊണ്ടുവരില്ല എന്നുള്ളത് ഉറപ്പായിട്ട് നമുക്കറിയാം. കാരണം പുള്ളിയെ ഫയർ ചെയ്തതൊക്കെയാണ്. ഒരാളുടെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണമാണ് മാർവലിൻ്റെ എൻ്റെ ടൈം ലൈൻ മാറിയത്, സ്ട്രക്ചർ മാറിയത്, സിനിമകളെല്ലാം മാറിയത്. എന്താ അല്ലേ?